പ്രിയപ്പെട്ട അധ്യാപകരെ, NSS സ്റ്റേറ്റ് സെല്ലിലേക്ക് അയക്കാനുള്ള എക്സൽ ഫയൽ എങ്ങനെ എളുപ്പം പ്രിപ്പയർ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മളെല്ലാം വാട്സപ്പ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, പലരും ഉബുണ്ടു ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, അതോടൊപ്പം തന്നെ വിൻഡോസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായി നമുക്ക് ഉബുണ്ടുവിലോ അല്ലെങ്കിൽ വിൻഡോസിലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലാണ് ഞാൻ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളാദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ബ്രൗസറിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് web.whatsapp.com എന്ന URL നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്നതിന് ശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. നമ്മുടെ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് വെബ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ഒരു ക്യാമറ ഓപ്പണായി വരും. ക്യാമറ ഈ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ക്യാമറ ഓപ്പൺ ചെയ്ത് വരും. അതിന് നേരെ ആ ക്യാമറയിൽ നമ്മൾ ഈ QR കോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് സിസ്റ്റത്തിലേക്ക് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ മൊത്തം എൻട്രികൾ നമുക്ക് നമ്മുടെ PSC അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫയൽ നമുക്ക് ആദ്യം ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ ഒരു ഫയൽ നമുക്ക് ആദ്യം ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മാറ്റം, എന്തൊക്കെ മാറ്റമാണ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. ഞാനിവിടെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു ഫയൽ എനിക്ക് PSC അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഡൗൺലോഡ് ഫോൾഡറിൽ നമ്മുടെ സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലൊരു എക്സൽ ഫയലായിട്ട് നമുക്കവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ ഫയലാണ് എനിക്ക് കിട്ടിയത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളെല്ലാം തന്നെ ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പം ഗൂഗിളിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് അഡീഷണൽ സർവീസുകൾ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സർവീസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളതൊന്നും തന്നെ പലരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒന്നുകിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതേപോലെ ഒരു 9 ഡോട്ട്സ് കാണാം, ഗൂഗിൾ ആപ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അതല്ല എങ്കിൽ നേരിട്ട് നമുക്ക് drive.google.com എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് നമ്മുടെ ഡ്രൈവിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇപ്പം ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഒരു വിൻഡോ ആണ് കാണാം. ഇനി നമുക്ക് ഈ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ടുള്ള ഒരു ഗൂഗിൾ ഡ്രൈവ്, അതല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ആവശ്യത്തിന് വേണ്ടിയുള്ള വേറൊരു Gmail അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കൊരു ഗൂഗിൾ ഡ്രൈവും പോലെയുള്ള ഈ സേവനങ്ങളെല്ലാം തന്നെ നമുക്ക്, ഈ സർവീസുകളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ NSS 2020 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫോൾഡർ ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള വരും. ഫോൾഡർ മൊത്തമായിട്ട് നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം, അതിന് വേണ്ടിയുള്ളതുണ്ട്. അതേപോലെ വേർഡ് പോലെയുള്ള ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ്, നമ്മൾ ഈ ഗൂഗിൾ ഷീറ്റിലാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ഞാൻ പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു 2020 NSS എൻറോൾമെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ സേവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പ്രത്യേക ഫോൾഡർ ഈ ഗൂഗിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫോൾഡർ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ NSS 2020 എന്നൊരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. പിന്നെ നമുക്ക് വേണ്ടത്, നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫയൽ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പം ഇപ്പം നിലവിൽ ഈ ഒരു NSS 2020 എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൽ ഒരു ഫയലുകളും ഇല്ല. ഞാനിവിടെ നേരെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഫയൽ അപ്ലോഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്തു. എന്നതിന് ശേഷം എൻ്റെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ്സ് എവിടെയാണോ ഉള്ളത് ആ ഡൗൺലോഡ്സ് എടുത്തു. ഞാനിപ്പം ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇതാണ്.
അപ്പോൾ ഇത് ഒരു പക്ഷേ ഉബുണ്ടുവിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം, വിൻഡോസിന് ചെയ്യാം, ഒരു വ്യത്യാസമില്ല, സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഡൗൺലോഡ്സ് നിന്ന് ഞാൻ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്തു, സെലക്ട് ചെയ്തു, ഞാനത് അപ്ലോഡ് കൊടുത്തു. അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വരും. ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു XLSX എന്ന് പറയുന്നത് എക്സൽ ഫോർമാറ്റാണ്. അപ്പോൾ നമുക്കിതിവിടെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലേക്ക് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഓപ്പൺ വിത്ത് എന്നുള്ള ഇവിടെ ഗൂഗിൾ ഷീറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ തന്നെ എക്സൽ പോലെയുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിൽ നിന്നും NSSന് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിൾ ഫോമിലൂടെ നേരത്തെ സേവ് ചെയ്തിട്ടുള്ള ആ ഡാറ്റ നമുക്കിവിടെ കാണാം. പക്ഷേ ഇതിൽ പലരും ഒന്നിൽ കൂടുതൽ എൻട്രി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കണം. അതെങ്ങനെയാണ് ഒഴിവാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്കിവിടെ ഒരു കുട്ടികളുടെ സീരിയൽ നമ്പർ എൻ്റർ ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കോളം അഡീഷണലായിട്ട് ചേർക്കുകയാണ്. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ കോളത്തിൻ്റെ മുകളിൽ മൗസ് വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെനു വരും. നമുക്കിവിടെ ഇൻസേർട്ട് 1 ലെഫ്റ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു കോളം ലെറ്ററിൻ്റെ മുകളിലാണ് കേസർ വെച്ച് സെലക്ട് ചെയ്യുന്നത്. ആദ്യം അവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യാണ്. ലെഫ്റ്റ് ക്ലിക്കാണ് ആദ്യം ചെയ്തത്, പിന്നീട് റൈറ്റ് ക്ലിക്ക് ചെയ്യാണ്. ഇൻസേർട്ട് 1 ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇടതു ഭാഗത്ത് പുതിയതായിട്ടൊരു കോളം വന്നു. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് സീരിയൽ നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്തു. ഓക്കെ, സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്തു. ഇനി നമ്മുടെ സ്കൂളിൽ നിന്നും ഇൻ്റർവ്യൂവും അതേപോലെ പെർഫോമൻസൊക്കെ അനുസരിച്ച് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ആരൊക്കെ എന്ന് നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് വെച്ചുകൊണ്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പേരുള്ള കോളം നമുക്കിവിടെ മുകളിൽ ഇങ്ങനെ ഈ ഒരു കോളത്തിൻ്റെ 2 കോളങ്ങളുടെ അടുക്ക് ഇവിടെ വെക്കുന്ന സമയത്ത് നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൗസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒന്ന് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഓരോ ആളുടെയും പേര് നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ ആരൊക്കെയാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുടെ പേര്, ഇപ്പം ഒന്നാമത്തെ ആൾ അയാൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല നോക്കുക. രണ്ടാമത്തത്, ഓക്കെ. ഇനി മൂന്നാമത്തെ ആളോ അല്ലെങ്കിൽ ആരാണോ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഞാനിവിടെ ഒന്നാമത് ഈ ഒരു നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് ആരൊക്കെ എന്ന് എന്ത് ചെയ്യണം, പെട്ടെന്ന് വീണ്ടും നോക്കുന്ന സമയം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു റോ നമ്പറിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ റോ നമ്പറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് മുഴുവൻ എന്താവും, ആ റോയിലുള്ള മുഴുവൻ സെല്ലുകളും സെലക്ട് ആവും. അപ്പോൾ ഞാനിവിടെ റോ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഈ ഒരു ഫിൽ കളർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. ഫിൽ കളർ. ഇവിടെ ഫിൽ കളർ കൊടുത്തു. ഫിൽ കളർ കൊടുത്തതിന് ശേഷം നമുക്കൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു യെല്ലോ ഞാൻ എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഒന്നാമത്തെ ആൾ, ഇനി അടുത്ത ആളുള്ളത് വീണ്ടും ഇയാളെ ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുക, അവിടെ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കളർ ഫില്ല് ചെയ്യുകയാണ്. അപ്പം പലപ്പോഴും ഇവിടെ 2-3 പേര് കൊടുത്ത 2-3 പ്രാവശ്യം എൻ്റർ ചെയ്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടത് അതിൽ അവസാനം ചെയ്തത് ആദ്യം ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം അവർ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അവസാനം ചെയ്തത് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. ഓക്കെ, മറ്റ് 2 നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്തു. ഇനി വീണ്ടും ഞാൻ ഒരാളെയും കൂടെ സെലക്ട് ചെയ്യാണ്. മൂന്നാമത്തെ ആളെ സെലക്ട് ചെയ്തു, അയാൾക്കും കളർ ഫില്ല് ചെയ്തു. ദെൻ വീണ്ടും ഒരാളെ സെലക്ട് ചെയ്തു, അയാളുടെ കളർ ഫില്ല് ചെയ്തു. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ 50 ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഞാൻ 50 ആളുകളെയും മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ 50 ആളുകളെയും ഞാനിങ്ങനെ ഈ ഒരു കളർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. എന്നതിന് ശേഷം ഞാനിവിടെ സീരിയൽ നമ്പർ എന്നുള്ള ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒന്നാമത്തെ ആൾ എന്നുള്ള നമ്പർ കൊടുത്തു. ഓക്കെ,
ഇനി നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്തിട്ടുള്ള ആൾ 2 എന്നുള്ള നമ്പർ കൊടുത്തു. ദെൻ അടുത്തത് മൂന്നാമത്തെ ആളെ 3 എന്നുള്ള നമ്പർ കൊടുത്തു. ജസ്റ്റ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. ഞാൻ 4 എന്ന നമ്പർ കൊടുത്തു. ഓക്കെ, ഇവിടെ ഇത് 5ാമനായിട്ട് ഇയാളെ സെലക്ട് ചെയ്തിട്ട് 5 എന്നുള്ള നമ്പർ കൊടുത്തു. ഇത് 6 എന്നുള്ള നമ്പർ കൊടുത്തു. ഓക്കെ, ഇത്രയും. ഇനി എത്രയാണ് 50 വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ഓരോ ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ അതിനെതിരെ 50 എന്നുള്ള മാർക്ക് നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സെലക്ട് ചെയ്യപ്പെടാത്ത ആളുകൾ അവരുടെ കോളം നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു കോളമല്ല, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒന്നാമത്തെ കോളത്തിൻ്റെ മുകളിൽ വെച്ച് മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം രണ്ടാമത്തേലേക്ക് വന്നു. അപ്പോൾ ഈ 2 കോളവും സെലക്റ്റായി, 2 റോയും സെലക്റ്റായി. ഇത് റോ ആണ്, ഇത് കോളാണ്, അപ്പോൾ ഈ 2 റോകളും സെലക്റ്റായി. ഞാൻ വീണ്ടും ഇവിടെ സെലക്ട് ആയതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് റോസ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡിലീറ്റ് റോസ് എന്നുള്ളത് കൊടുത്തു. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 ആളുടെയും പേരുകൾ, ആ 2 റോയിലുള്ള ആളുടെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ആയി. ഇനി എനിക്ക് ഇത്രയും ആളുകളുണ്ട്, ഈ രണ്ടാമത്തെ ആളുകൾക്ക് ഇത്രയും ആളുകളെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാം, ഞാനിവിടെ വീണ്ടും ഈ റോയുടെ നമ്പറിനോട് സെലക്ട് ചെയ്തു. വീണ്ടും താഴേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അടുത്ത സെലക്ഷൻ വരെ എന്ത് ചെയ്തു കൊണ്ടുവന്നു. വീണ്ടും ഇവിടെ ഈ ഒരു നമ്പറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, 3 മുതൽ 10 വരെയുള്ള റോ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 2 ആളുകൾ അടുത്തടുത്ത് വന്നു. ഇനി രണ്ടാമത്തെ ആളുടെയും മൂന്നാമത്തെ ആളുടെയും ഇടയ്ക്ക് ഇത്രയും ആളുകൾ സെലക്ട് ചെയ്യപ്പെടാത്ത ആളുകളുണ്ട്. വീണ്ടും ഞാൻ അവിടെ ഈ ഒരു റോ ഞാൻ എന്ത് ചെയ്യുക, റോകളെല്ലാം സെലക്ട് ചെയ്തു. റോകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് റോസ് ഫോർ 9. ഓക്കെ, വീണ്ടും അതേപോലെ റോ നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളും കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ. ഇനി അഥവാ ഒരാൾ അബദ്ധവശാൽ ഡിലീറ്റ് ആയിപ്പോയി, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ കാണുന്ന അൺഡു എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കൺട്രോൾ സെറ്റ് പ്രസ് ചെയ്തുകൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീവിയസ് സ്റ്റേജിലേക്ക് പോവാം. അപ്പോൾ കൺട്രോൾ സെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും റീകാൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ അൺഡുവും അതേപോലെ റീഡുവും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ നിലവിലുള്ള സ്റ്റേജ് വരെ നമുക്ക് വീണ്ടും എത്താൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ 3 ആളെ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ച്. ഇനി അടുത്തതും വീണ്ടും ഇതേപോലെ 4ാമത്തെ ആളെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് റോസ് കൊടുക്കുക. അപ്പോൾ ഇത്രയും ആളായി. ഇനി വീണ്ടും നമ്മൾ ഇതേപോലെ റോ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 5 ആൾ സെലക്റ്റായി. വീണ്ടും ഇതേപോലെ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള ആളുകളെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ബാക്കിയുള്ള മുഴുവൻ പേരെയും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മുതൽ മുഴുവൻ 50 പേര് കഴിഞ്ഞതിന് ശേഷമുള്ള മുഴുവൻ ആളുകളെയും ഇങ്ങനെ വെച്ചതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് റോസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളവരുടെ മാത്രം ലിസ്റ്റ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ ലിസ്റ്റുമായി ഇതൊന്ന് തട്ടിച്ച് നോക്കാം. എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു സെലക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കളർ ഫില്ല് ചെയ്ത് നമുക്ക് ഒഴിവാക്കാം. അതിനു വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്നുമില്ല നേരിട്ട് ഇങ്ങനെ ഓരോ 1 by റോ മുഴുവൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഫിൽ കളർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് റീസെറ്റ് കൊടുക്കുക. റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എൻട്രി ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ കളറുകളും അവിടെ ഒഴിവായിപ്പോവും. ഇനി നമുക്ക് ഇവിടെ കോളം ഈ ഒരു ബോർഡറുകൾ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോളം ഇങ്ങനെ സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ കാണുന്ന ജസ്റ്റ് ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബോർഡറും കിട്ടും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ എഡിറ്റായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ 50 ആളുകളെ സെലക്ട് ചെയ്തു, ബാക്കിയുള്ള ആളുകളെ 1 by 1 ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് അയച്ചു കൊടുക്കണം. അപ്പോൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ പേരുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പേര് മാറ്റാം.
അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, കുറ്റ്യാടി 162 വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂൾ പാലേരി, PO പാലേരി ടൗൺ. ഓക്കെ, ഇവിടെ എന്ത് മാറ്റമാണോ വരുത്തുള്ളത് നമുക്ക് അപ്പോൾ നമുക്ക് ജസ്റ്റ് ലിസ്റ്റ് എന്ന് അടിച്ചു കൊടുക്കാം, പുതിയൊരു ലിസ്റ്റ് എന്നടിച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ സേവ് ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് നെറ്റ് കണക്റ്റഡ് എന്ന സമയത്ത് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡ്രൈവിൽ ഇതിങ്ങനെ സേവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഏത് സമയത്ത് നമ്മുടെ ഡ്രൈവിൽ തന്നെ ഇത് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളൊരു പെൻ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്കോ സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ കാലാകാലം ഇതെന്ത് ചെയ്യും, സേവ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഫയൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൽ ഫയലായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, എക്സൽ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ലിസ്റ്റ് എന്നുള്ള ആണ് ഈ ഒരു ഫയലിൻ്റെ നെയിം മാറ്റിയിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യാം, പേരൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തൊക്കെ മാറ്റാം. ഓക്കെ, എഡിറ്റ് ചെയ്തു. ലിസ്റ്റ് എന്നുള്ള പറയുന്ന ഈ ഒരു ഫയൽ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും തിരിച്ചയച്ചു കൊടുക്കണം. ഞാനിവിടെ എന്ത് ചെയ്തു, എങ്ങനെയാണ് ഇത് എക്സൽ ഫോർമാറ്റ് തന്നെ ഡൗൺലോഡ് ചെയ്യുക. നമുക്കിത് PDF ആയിട്ടും പല രൂപത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിത് എക്സൽ ഫയലായിട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഫയലിൽ പോവാം. ഫയലിൽ പോയതിന് ശേഷം ഡൗൺലോഡ് എന്ന് കാണാം. ഡൗൺലോഡിൽ ഫസ്റ്റ് ഓപ്ഷൻ മൈക്രോസോഫ്റ്റ് എക്സൽ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ നമുക്ക് എന്ത് ചെയ്യും, എക്സൽ ഫോർമാറ്റിൽ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിൽ ഈ ഒരു എക്സൽ ഫോർമാറ്റായിട്ട് നമ്മൾ നേരത്തെ ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫയൽ നമുക്ക് എക്സൽ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ റോ ഫയൽ ഇതായിരുന്നു, ഇത് നമ്മൾ ലിസ്റ്റായിട്ട് ഉണ്ടാക്കിയതാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓപ്പണായി വരും എന്നുള്ളതാണ്. ഇനി അടുത്തത് നമുക്കിത് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, എങ്ങനെയാണ് വാട്സാപ്പിൽ തിരിച്ചയച്ചു കൊടുക്കുക. ജസ്റ്റ് നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് ആ അയക്കേണ്ട ആളുടെ ഓപ്പൺ ചെയ്യുക. ദെൻ ഇവിടെ ഈ ഒരു താഴെ അറ്റാച്ച് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ അറ്റാച്ച് ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡോക്യുമെൻ്റ് ആണുള്ളത്, ആ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക. ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെ നിന്നാണോ ഇത് അറ്റാച്ച് ചെയ്യാനുള്ളത്, എവിടെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അവിടെ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ആ ഒരു ലിസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ അടിക്കുക. അപ്പോൾ ആ ഒരു എക്സൽ ഫയൽ വാട്സപ്പിൽ ലോഡായി വരും. ജസ്റ്റ് ഇവിടെ സെൻഡ് അടിക്കുക. ഓക്കെ, ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതേപോലെയുള്ള വീഡിയോസും അതിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടീച്ചേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. കൂടുതൽ അപ്ഡേഷൻസ് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.